നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഒരു 10-20 വർഷം മുമ്പ് വരെ കേരളത്തിൽ എല്ലാ രാവിലെയും മലയാളികൾ കേൾക്കുന്ന ഒരു സൗണ്ടാണ് അമ്മാ വല്ലതും തരണേ, വിശക്കുന്നേ, പസിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭിക്ഷാടന ഭിക്ഷാടനവുമായി വരുന്ന ആളുകൾ നമ്മുടെ വീടുകളുടെ മുമ്പിലേക്ക് വരും. രാവിലെ ഒരു 7 മണിക്ക് വരും, വല്ലതും തരണേ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും കൊടുക്കും, അരിയോ അല്ലെങ്കിൽ കഞ്ഞിയോ. ഞാനൊക്കെ ഒരു ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കൊടുത്തതാണ്. കഞ്ഞി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും 1 രൂപ 2 രൂപ കൊടുത്ത് പറഞ്ഞു വിടും. ഇന്ന് പിന്നെ തമിഴ്നാടിന്റെ ജോഗ്രഫിക്ക് ഭയങ്കര മാറി. കാരണം അമ്മ വന്നു, അമ്മ ക്യാൻറ്റീൻ, പിന്നെ വിജയ് സ്റ്റാലിൻ, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ഈ പറയുന്ന ഭിക്ഷാടന മാഫിയും അല്ലെങ്കിൽ പിച്ചെടുക്കാനൊന്നും ആരും വരാണ്ടായി. അപ്പൊ അവര് നമ്മളെക്കാട്ടും രാജാവ് പൈസക്കാരായി. ഇന്ന് ഇപ്പോൾ കാണുന്ന ഈ അമ്മ വല്ലതും തരണമേ എന്നുള്ള ഈ ഈ പറയുന്ന ഈ ഈ വിളി ഇപ്പോൾ കേൾക്കുന്നത് സ്പെയിനിലാണ്. ഇപ്പോൾ 19,000 ആളുകളാണ് ചെറിയൊരു പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. ഇവരെങ്ങനെ നേരിടാം എന്നുള്ളത് സ്പെയിൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. വലിയൊരു മാതൃകയാണ്. കാര്യം ശരിയാണ്, സ്പെയിന്റെ രാജാവിനെയും പ്രധാനമന്ത്രിയൊക്കെ എതിരാണെങ്കിൽ പോലും അവരൊരു വലിയൊരു എക്സാമ്പിൾ, ഒരു വലിയൊരു മുന്നോട്ട് വെച്ചിരിക്കുകയാണ് യൂറോപ്പിന്. എങ്ങനെ എത്രയും ആളുകൾ ഒരുമിച്ച് വന്നാൽ അവരെങ്ങനെ നേരിടാമെന്നുള്ളത്. വേറെ ഒന്നും ചെയ്തില്ല. അവര് എല്ലാ കടകളും അടച്ചിട്ടു. കടകൾ അടച്ചിട്ട് താഴിട്ടു. പിന്നെ വീടുകൾ പൂട്ടി. ലോക്കൽസ് ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഹോട്ടലുകൾ തുറക്കുന്നില്ല. പോലീസും പട്ടോളും മാത്രമാണ് നിരത്തില്. അക്ഷരാർത്ഥത്തില് ഒരു അടിയന്തരാവസ്ഥ. പലരും എന്തും എത്ര ദിവസം വിശപ്പ് സഹിക്കും? ഇത് വിശന്ന് വെള്ളമില്ല, വെളിച്ചമില്ല, കിടക്കാൻ ഒരു സ്ഥലമില്ല, ഭക്ഷണമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. 4 ദിവസമായി. പലരുടെയും ആവേശം കെട്ടടങ്ങി. പലരും പറയുകയാണ് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി. അപ്പൊ സർക്കാർ പറയുകയാണ് തിരിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ ചിലവിൽ, പള്ളി വക ചിലവിൽ, സർക്കാർ ചിലവിൽ ഞങ്ങൾ ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ കരയിൽ കൊണ്ടുവിടും, അവിടെ നീന്തി കൊണ്ടുപോയിക്കോളാം. വളരെ ഭയാനകം അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അനുഭവമാണ് പലർക്കും. ഞാനത് ആലോചിക്കുമ്പോൾ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഗസയിലേക്കുള്ള ഭക്ഷണമായി വരുന്ന വണ്ടികളെ ഇസ്രായേൽ തടഞ്ഞു നിർത്തി. അങ്ങനെ അവിടേക്ക് ഭക്ഷണം വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ സ്കൂളിൽ ശകാരിക്കാൻ പോയൊരു രാജ്യമാണ്. ഗസയിലേക്കുള്ള ഭക്ഷണം തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടി തന്നെയാണ്. ഞാൻ അന്നും ഇന്നും എന്താ പറയുന്ന വിശപ്പിന്റെ വിളി. നമുക്ക് ഇന്ന് ഭക്ഷണമുണ്ട്, നാളെ എന്താ നമുക്ക് പറയാം. വിശപ്പിന്റെ വിളി, വിശക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം തടഞ്ഞെങ്കിൽ അത് മോശമായ പരിപാടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സ്പെയിൻ കാണിക്കുന്നത് ശരിക്കും മനുഷ്യത്വരഹിതമായ നടപടി തന്നെയാണ്. ഞാൻ പറയുന്നു, സ്പെയിനെ ഒറ്റപ്പെടുത്തണം. ICC ഇടപെട്ട് സ്പെയിനിന്റെ രാജാവിനെയും പ്രധാനമന്ത്രിയെയും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട പോലെ ഉത്തരവിടണം. 50,000 ആളുകൾക്കുള്ള ഭക്ഷണവും വെള്ളവും താമസവും നിഷേധിക്കും നിങ്ങൾ. വന്നിരിക്കുന്ന 50,000 പേര് ഹോട്ടലിൽ കിട്ടും, 5 സ്റ്റാർ ഫുഡ് കിട്ടും, ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയായിട്ട് വന്നവരാണ്. മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ കേൾക്കണം, ആഫ്രിക്കയിലെ 5ാമത്തെ വലിയ ഇക്കോണമിയാണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മിനറൽസിന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ള രാജ്യമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. ഏകദേശം 20 മില്യൺ ആളുകൾ മൊറോക്കോയിലേക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. ഒരുപാട് ഇന്ത്യക്കാർ പോകുന്നതാണ്. യൂറോപ്പിലേക്ക് ആളുകൾ ഒരുപാട് പേര് പോകുന്നുണ്ട് മൊറോക്കോ കാണാനായിട്ട്. കാരണം അവിടുത്തെ വേഷവിധാനങ്ങൾ, ഭക്ഷണങ്ങൾ, അവിടുത്തെ എല്ലാം കാണാൻ വേണ്ടി പോകുന്ന. റവന്യൂ അല്ലെങ്കിൽ വന്നവരൊന്നും പട്ടിണി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് കലാപം രൂക്ഷമായി പൊട്ടി പുറപ്പെട്ടു വന്നവരല്ല. ഇവിടെ വരിക, അവിടെ വന്ന് കാണുക, പരമാവധി ഇവിടേക്ക് തല്ലിപ്പൊളിക്കുക, കിട്ടുന്നതൊക്കെ വാരി തിന്നുക, പറ്റുമെങ്കിൽ ഇവിടെ കൂടുക എന്നുള്ള ആഗ്രഹവുമായിട്ട് വന്നവരാണ്. പെട്ടുപോയിരിക്കുകയാണ്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്പെയിനെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ ഒറ്റപ്പെടുത്തി. യൂറോപ്പിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ഇറ്റലി ആണെങ്കിൽ പറഞ്ഞു വ്യോമഗതാഗതം പോലും ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കര പോട്ടെ, കരയൊക്കെ ഞങ്ങൾ അവിടെ വേലിയടച്ച് കെട്ടി, പക്ഷെ വിമാന സർവീസുകൾ പോലും നിർത്തിവെച്ചു. സ്പെയിൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി ലോകത്തിന് മുമ്പിൽ. അപ്പോൾ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് 180 ഡിഗ്രി തിരിഞ്ഞിരിക്കുകയാണ് ആര്? അവരുടെ പ്രധാനമന്ത്രിയും രാജാവും പിന്നോട് എല്ലാവരും. കാരണം അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയി. പക്ഷേ വലിയൊരു തിരിച്ചറിവാണ് യൂറോപ്പിന് മുഴുവൻ കിട്ടിയിരിക്കുന്നത്. വരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും താമസവും 5 സ്റ്റാർ ഫുഡും ഭക്ഷണം, പിന്നെ അവർക്ക് മരുന്നുകൾ, പണം, ഇതൊക്കെ കിട്ടിയാൽ ആരും കൊതിച്ചു പോകും. ഞാനും എനിക്കായാലും കിട്ടിയ ഞാനും പോയി പോകും. കാരണം വെറുതെ ഇരുന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, മാസം മാസം ഫുഡ് കിട്ടുക, ഭക്ഷണം തരിക, കാർഡ് തരും, പിന്നെ എന്തെങ്കിലും കുത്തിരിപ്പ് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഞാനും പോയേനെ. പക്ഷെ നമ്മൾ സ്വീകരിക്കുകയാണോ? ഇത് പടഞ്ഞു, അവസരം കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ ഈ ഒരു സംഭവമാണ് ഇതിരിക്കുന്നത്. കാരണം ഇത് ലോകത്തില്, അതായത്
എന്താണ് പറയുക, മൊറോക്കൻസിന് ഇതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ സാധിക്കില്ല. പക്ഷേ അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ജീവിക്കുന്ന ഒരു പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ജില്ലയിലേക്കോ ഒരു 50,000 പേര് ഒരുമിച്ച് ഒരു ഒരു ട്രെയിനിൽ വന്നിറങ്ങി, ആലുവയിൽ വന്നിറങ്ങി, ഒരു 50,000 പേര് ഒരുമിച്ച് വന്നിറങ്ങി, അവർക്ക് താമസിക്കാൻ ഇടമില്ല, കഴിക്കാനുള്ള ഭക്ഷണമില്ല, ലോക്കൽ സംവിധാനങ്ങളില്ല, അവരെന്തായി തീരും വന്നു ചേർന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ മറ്റേ നിങ്ങളുടെ ചാനലിൽ കണ്ടു, ഇരുന്ന് ന്യായീകരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അതായത് എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇവരങ്ങോട്ട് പോയിരിക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തത്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വന്നവരെ മനോഹരമായി കൈകാര്യം ചെയ്തു, വന്നവർ പലരും തിരിച്ചു പോവുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഭക്ഷണം കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ് സ്പെയിനിൽ വന്നു ചേർന്നിരിക്കുന്ന മൊറോക്കൻസിന്.